ഗുഡ് ഈവനിങ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിനേഷനായ ഇലക്ട്രോണിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ നമ്മളിപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ളത് 2020 മുതൽ 2023 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മാർക്ക്, 2 മാർക്ക്, അതുപോലെ 4 മാർക്ക് പ്രോബ്ലം സെക്ഷൻ ആൻഡ് ലാസ്റ്റ് 15 മാർക്കിൻ്റെയാണ്. അപ്പോൾ 15 മാർക്കിൻ്റെ ആൻസേഴ്സ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻസേഴ്സ് നമ്മുടെ നോട്ട് സെക്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മളിന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് സാധാരണ ചോദിക്കുന്നത് നോർട്ടൺസിന്റെ ഇക്വിവലന്റ് സർക്യൂട്ട് എന്താണ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോർട്ടൺ ഇക്വിവലന്റ് സർക്യൂട്ട് നമുക്ക് അവിടെ എന്താണ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് സാധാരണ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ നോർട്ടൺ ഇക്വിവലന്റ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എന്താണ് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. ഓക്കെ, അവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ ഒരു ഇതാണ് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അത്യാവശ്യം വരുന്ന രീതിയിൽ നമുക്ക് ആ ഒരു സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. കാരണം സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് മിക്ക വർഷങ്ങളിലും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടർ ഫിസിക്സ് ആ ഒരു സെക്ഷൻ നിങ്ങൾ നല്ലവണ്ണം നോക്കി പഠിക്കുക. കാരണം അതാണ് നമുക്ക് ആ ഒരു ഇലക്ട്രോണിക്സ് നമുക്ക് ആ ക്രിസ്റ്റോഫ് ലോ വോൾട്ടേജ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നല്ലവണ്ണം നോക്കി വെച്ചേക്കാം. ചില സമയങ്ങളിൽ അത് നമുക്കിപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോട് എക്സ്പെക്ട് ചെയ്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. അപ്പോൾ പ്യൂറസ്റ്റ് ഫോമിലേക്ക് ഉണ്ടാകുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും ഇംപ്യൂർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് വരുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഓൾസോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തൊക്കെയാണ് ഡോപ്പിംഗ് പ്രോസസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ ഡോപ്പിംഗ് നടക്കുന്നുണ്ട്, ട്രൈവാലിഡ് ഇമ്പ്യൂരിറ്റി എന്താണ്, പെൻറ്റാവാലിഡ് ഇമ്പ്യൂരിറ്റീസ് എന്താണ്, ട്രൈവാലിൻ്റെ എക്സാമ്പിൾസ്, പെൻറ്റാവാലിൻ്റെ എക്സാമ്പിൾസ്, ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ മെജോറിറ്റി ക്യാരിയർസ് ഏതായിരിക്കും, മൈനോറിറ്റി ക്യാരിയർസ് ഏതായിരിക്കും എന്ന കാര്യം നമ്മളിവിടെ കറക്റ്റായിട്ട് അവിടെ നോക്കി വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ക്യൂ പോയിന്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ റെപ്രസെന്റ്. അപ്പോൾ ക്യൂ പോയിന്റ് മീൻസ് നമ്മൾ പറയാറുണ്ട് ഇതെന്താണ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് വോൾട്ടേജ് അല്ലെ DC വോൾട്ടേജ് ഇക്വലന്റ് ഒരു പോയിന്റ് ക്യൂ പോയിന്റ് നമ്മൾ പറയാം. ട്രാൻസിസ്റ്റർ നമുക്ക് ഒരു ഓഫ് സ്റ്റേറ്റ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് പോയിന്റാണ് ഇന്നിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം ട്രാൻസിസ്റ്റർ അവിടെ നമുക്ക് ഒരു ഓഫ് ആയിരിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒരു സിഗ്നൽ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കൊടുക്കാൻ പാടില്ല, ഡിസ്റ്റോർഷൻ അവിടെ വരാനായിട്ട് പാടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റാണ് എന്തോ നമ്മൾ ക്യൂ പോയിന്റ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമത്തത് വാട്ട് ആർ ദ ബേസിക്സ് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ നമ്മുടെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി 3 ആംപ്ലിഫിക്കേഷൻ നമ്മൾ പവർ ആംപ്ലിഫയർ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1 ബൈ 1 ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് ക്ലാസ് എ, എന്താണ് ക്ലാസ് ബി, ക്ലാസ് സി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ആംപ്ലിഫിക്കേഷൻസ് പ്രോസസ്സ് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആംപ്ലിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട് ആ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നോക്കണം. ഓക്കെ, ഫുൾ പവർ വരുന്നുണ്ടോ, എങ്ങനെയാണ് ഡിസ്റ്റോർഷൻ ലെവൽ എന്താണ് എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നോക്കുക. ഇതിപ്പോൾ ഒരു തവണ ക്ലാസ് എ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ എന്ത് ചെയ്യുക ചിലപ്പോൾ ക്ലാസ് ബി ആയിരിക്കും ചോദിക്കുന്നത്, ഈ തവണ ചിലപ്പോൾ ക്ലാസ് സി ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ മാറി മാറി ചോദിക്കുന്ന ചാൻസസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുക ആ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് കറക്റ്റായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻ ടു ദ സ്റ്റെബിലിറ്റി ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഓഫ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്കിംഗ് ഓക്കെ നമുക്ക് ഫീഡ്ബാക്കിംഗ് സർക്യൂട്ട്സ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കും വരുന്നുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഫീഡ്ബാക്കിംഗ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ ആംപ്ലിഫയേഴ്സിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ശരിക്കും ഫീഡ്ബാക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ബാൻഡ്വിഡ്ത്ത് ഒക്കെ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും സ്റ്റെബിലിറ്റി കൂട്ടും. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്കിങ്ങിന്റെ പ്രോസസ്സിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാരാമീറ്റർ ആണ് സ്റ്റെബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ 2 കിലോ ഹെഡ്സ് ഓഡിയോ സിഗ്നൽ ഈസ് യൂസ്ഡ് ടു ഫ്രീക്വൻസി മോഡുലേറ്റ് എ 80 മെഗാ ഹെഡ്സ് കാരിയർ യൂസിങ് എ ഫ്രീക്വൻസി ഡീവിയേഷൻ ഓഫ് 10 കിലോ ഹെഡ്സ് ഡിറ്റർമിൻ ദ മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുള്ള ഡാറ്റാസിൽ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റ എഫിന്റെ വാല്യൂ വരുന്നുണ്ട്, ഫ്രീക്വൻസി ഡീവിയേഷൻ വരുന്നുണ്ട്. എഫ് എം മീൻസ് എന്താണ്, എഫ് സഫിക്സ് എം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ്. അപ്പം ഫ്രീക്വൻസി ഡീവിയേഷൻ 10 കിലോ ഹെഡ്സും അതുപോലെ തന്നെ അവിടുത്തെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ 2 കിലോ ഹെഡ്സും ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് എം ഇസ് ഈക്വൽ ടു 10 കിലോ ഹെഡ്സ് ഡിവൈഡ് ബൈ 2 കിലോ ഹെഡ്സ് എന്ന് കിട്ടും. 5 ആണ് അവിടുത്തെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് പറ്റും, മോഡുലേഷൻ ഇൻഡെക്സിൽ അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കാര്യവും ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കാര്യം കണ്ടുപിടിക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. ഇതുപോലെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഇലക്ട്രോണിക്സിൽ പ്രോബ്ലം ടൈപ്പും ചോദിക്കും. ഓക്കെ, അത് കണ്ടല്ലോ, ഇതിപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കാം. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡെസിമൽ ഇക്വലന്റ് ഓഫ് CMMR റേഷ്യോ. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. അപ്പോൾ നമ്മളൊരു ഓപ്പാമുമായി ബന്ധപ്പെട്ട് വരുന്ന പാരാമീറ്റേഴ്സ്. അപ്പോൾ ഓപ്പാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഓരോ പാരാമീറ്റേഴ്സും 1 ബൈ 1 ആയിട്ട് പഠിക്കുക. അത് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു CMRR റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുള്ള വാല്യൂ 10⁵5 ആണ്. 20 ലോഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 20 ലോഗ് അല്ലെങ്കിൽ 20 ലോഗ് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും? വി വിൽ ഗോട്ട് ദ ഡെസിബൽ വാല്യൂ. ഓക്കെ, ഏതൊരു വാല്യൂ ഇപ്പോൾ ഗെയിൻ ആയാലും ഡെസിബൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 20 ലോഗ് ആ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. എന്ത് കിട്ടും? നമുക്ക് ആ ഒരു ഡെസിബൽ ഇക്വലന്റ് കിട്ടും. സോ ഇവിടുത്തെ CMMR റേഷ്യോ ഇൻ dB എന്ന് പറയുന്നത് 20 ലോഗ് 10⁵5 ആണ്. ലോഗ് 10⁵5 എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, ലോഗ് e⁻x ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? 5 വരും. സോ 20 × 5 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 dB എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അത് ആ ഒരു ഡെസിബൽ കൺവേർഷൻ എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡെസിബൽ കൺവേർഷൻ എങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ഇത് ഏതിലായാലും നിങ്ങൾക്ക് ഏത് വാല്യൂ തന്നിട്ട് അതിനെ ഡെസിബലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാലും എന്ത് യൂസ് ചെയ്യാം? 20 ലോഗ് ആ ഒരു വാല്യൂ. ഓക്കെ, 20 ലോഗ് ഏതാണോ മാറ്റേണ്ടത് ആ വാല്യൂ അവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു സ്റ്റെപ്പ് നമ്മൾ അവിടെ ചെയ്യുന്നത്. Okay. Next question. What does the UJT be known as the breakdown device? Okay. Why does the UJT is known as the breakdown device? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു UJT എന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ ഡിവൈസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ അതിൽ ഒരു UJT മീൻസ് നമുക്ക് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതൊരു ബ്രേക്ക് ഡൗൺ ഡിവൈസ് എന്ന് പറയാൻ കാരണം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സഡൻ ആയിട്ടുള്ള ഒരു കറന്റ് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. അതായത് ബിക്കോസ് കാരണം എന്ത് ചെയ്യുന്നു? എമിറ്റർ വോൾട്ടേജ് ഒരു സ്പെസിഫിക് വാല്യൂ എത്തുമ്പോൾ നമുക്ക് അതിന് പീക്ക് പോയിന്റ് വോൾട്ടേജ് എന്ന് വിളിക്കാം. ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഇൻ കറന്റ് ഫ്ലോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കറന്റ് ഫ്ലോ വരുന്നുവെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ആ ഒരു എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഡിവൈസ് എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസിഷൻ, അതായത് ഹയർ റെസിസ്റ്റൻസ് സ്റ്റേറ്റിൽ നിന്നും പെട്ടെന്നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലോവർ റെസിസ്റ്റൻസ് സ്റ്റേറ്റിലോട്ട് ഈ UJT എന്ത് ചെയ്യുന്നുണ്ട്? മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത്തരം ഡിവൈസുകളെ ബ്രേക്ക് ഡൗൺ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പൊട്ടിപ്പോകുന്നു എന്നല്ല, പെട്ടെന്ന് തന്നെ ആ ഒരു ഹൈ റെസിസ്റ്റൻസ് സ്റ്റേറ്റിൽ നിന്നും എന്തിലോട്ട് മാറുന്നു? ഒരു ലോവർ റെസിസ്റ്റൻസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഇതിനെയൊക്കെ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ബ്രേക്ക് ഡൗൺ ഡിവൈസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ദ ട്രാൻസ് കണ്ടക്ടൻസ്? ഓക്കെ, അപ്പോൾ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്ന റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറന്റ് ടു ദ ചേഞ്ച് ഇൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇസ് കോൾഡ് ട്രാൻസ് കണ്ടക്ടൻസ്. ഓക്കെ, ട്രാൻസ് കണ്ടക്ടൻസ്. അപ്പോൾ അതിൽ ട്രാൻസ് കണ്ടക്ടൻസിന്റെ കൂടെ തന്നെ ഡൈനാമിക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഉദ്ദേശിക്കുന്നത് ട്രാൻസ് കണ്ടക്ടൻസ് മാത്രമാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ കറന്റ് ടു ദ ഗേറ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് JFET വരുന്നത്. ആ ഒരു ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. ഓക്കെ, അതൊക്കെ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ട്രാൻസ് കണ്ടക്ടൻസ്. ഓക്കെ, അവിടെ നമ്മളൊരു ഗ്രാഫൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് ഓർത്തെടുത്ത് നോക്കുക കേട്ടോ. JFETുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഴുതണം. ഓക്കെ, 4 മാർക്കിന് എവിടെയും ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മളവിടെ വിശദമാക്കി എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രം ഓഫ് എ ഓപ്പാംപ് ഇന്റഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്പാംപ് ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് ഇത് ഇന്റഗ്രേറ്റർ തന്നെ ചോദിക്കണമെന്നില്ല. ഇപ്പോൾ പലരും ചോദിച്ചതാണ് ഇലക്ട്രോണിക്സിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന്. ഇലക്ട്രോണിക്സിൽ ശരിക്കും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ട്രോണിക്സിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ 5 വർഷം ഒരു എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഒരു തവണ ഇന്റഗ്രേറ്റർ ചോദിച്ചാൽ അടുത്ത തവണ അവർക്ക് സമ്മിങ് ആംപ്ലിഫയർ ചോദിക്കാം, അടുത്ത തവണ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ചോദിക്കാം, ഒരു തവണ അവർക്ക് ഡിഫറൻഷിയേറ്റർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പാംപ് വെച്ച് നമുക്ക് 5 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ 5 അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചോദിക്കാൻ പറ്റും. ഒരു തവണ ഹാഫ് വേവ് റെക്ടിഫയർ ചോദിക്കുകയാണെങ്കിൽ ഈ തവണ അവർക്ക് എന്ത് ചെയ്യാം? ഫുൾ വേവ് റെക്ടിഫയർ ചോദിക്കാം. ഓക്കെ, അതിന്റെ കൂടെ അവർക്ക് വേണമെങ്കിൽ ഫിൽറ്റർ സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്ത് മറ്റൊരു അടുത്ത വർഷം പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ശരിക്കും നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പാമ്പിന്റെ ഇന്റഗ്രേറ്റർ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്പാമ്പ് ഇന്റഗ്രേറ്ററിന്റെ കൂടെ വരുന്ന ബാക്കി കാര്യങ്ങളോട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പാമ്പ് ഇന്റഗ്രേറ്റർ ഈ തവണ ചോദിച്ചു എന്ന് വെച്ചിട്ട് അടുത്ത തവണ ഓപ്പാമ്പ് ഇന്റഗ്രേറ്റർ തന്നെ ചോദിക്കണമെന്നോ ചോദിച്ചുകൂടാന്നോ ഇല്ല. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇലക്ട്രോണിക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് വരുന്നില്ല. സോ അതുകൊണ്ട് ഓരോ വർഷവും പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതലും നമ്മൾ ഇയർ കാണിക്കാത്തത്. അത് മൾട്ടിപ്പിൾ അതായത് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചോദിക്കുന്നില്ല. പിന്നെ എസ്എ ക്വസ്റ്റ്യൻസിലൊക്കെ അത്യാവശ്യം കുറച്ച് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. എന്നാലും അതും നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു വേണം ഇലക്ട്രോണിക്സിന്റെ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. വാട്ട് യു മീൻ ബൈ ഡിപ്ലേഷൻ ലെയർ? അപ്പോൾ എന്താണ് ഡിപ്ലേഷൻ ലെയർ എന്നാണ്.
അപ്പോൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നാരോ റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്? 2 പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദ ഫോർമേഷൻ ഓഫ് എ നാരോ റീജിയൻ ഓൺ എയ്തർ സൈഡ് ഓഫ് എ ജംഗ്ഷൻ വിച്ച് ബിക്കം ഫ്രീ ഫ്രം മൊബൈൽ ചാർജസ് ആർ കോൾഡ് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ. അപ്പോൾ ഡിപ്ലീഷൻ ലെയർ ചോദിക്കാം. അവിടെ എങ്ങനെയാണ് ഡിപ്ലീഷൻ ഫോം ചെയ്തെന്ന് ചോദിക്കാം. മെജോറിറ്റി കാരിയസിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ. ആ ഒരു വൈഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് എക്സാമിനേഷൻ ശരിക്കും നമുക്ക് എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു രീതിയിൽ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത് വരുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡയോഡ് ഫോർവേഡ് ബയാസിംഗിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. റിവേഴ്സ് ബയാസിംഗിൽ എന്ത് ചെയ്തില്ല? ഡയോഡ്സുകൾ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ബയാസിംഗിൽ വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന പ്രോസസ്സിൽ കൂടി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡയോഡിൽ കൂടി ചിലപ്പോൾ റിവേഴ്സ് കറണ്ട് അവിടെ കയറേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. വാട്ട് യു മീൻ ബൈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? The peak inverse voltage is the highest voltage a diode can withstand in a reverse biased direction before breakdown. Breakdown സംഭവിക്കാതെ ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ. ഓക്കെ. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ. ഓക്കെ. ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ അറ്റ് കോൺസ്റ്റന്റ് വി സി ബി. ഓക്കെ. അപ്പോൾ നമുക്ക് ആൽഫ മാത്രമല്ല ബീറ്റയുടെ വാല്യൂ ഉണ്ട്, ഗാമയുണ്ട്. ഇവർ മൂന്നും തമ്മിലുള്ള റിലേഷൻസ് നമ്മളോട് നോക്കിയിരുന്നു. അപ്പോൾ ഇവരെ മൂന്നും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അവിടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. മൂന്നുപേരുടെ റിലേഷൻസ് അവിടെ നമുക്ക് എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ മൂന്നുപേരുടെ റിലേഷൻസ് എടുക്കാനായിട്ട് അവിടെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ എന്നാണ് വരുന്നത്. ഓക്കെ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വരുന്നുണ്ട് ആൽഫ. ഇനി അതുപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ. ബീറ്റ ബീറ്റ എന്ന് വരുമ്പോഴോ ബീറ്റ ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. ഓക്കെ. അതാണ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ബീറ്റ. ദെൻ അതുപോലെ തന്നെ വരുന്ന വാല്യൂ ആണ് എന്ത്? ഗാമ എന്ന് പറഞ്ഞിട്ട് വരും. ഗാമ. ഓക്കെ. ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ ഐ ബി. ഓക്കെ. ഐ ഇ ബൈ ഐ പി. പിന്നെ ഇവരെ മൂന്നുപേരെ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻസ് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. മുന്തിയ റിലേഷൻസ് നമുക്ക് അവിടെ വന്നിട്ട് ബീറ്റയും അതുപോലെ തന്നെ ആൽഫയും തമ്മിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിലേഷൻസ് വരുന്നുണ്ട്. അതായത് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന റിലേഷൻ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗാമയും ബീറ്റയും തമ്മിൽ ഗാമ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ എന്ന റിലേഷൻ വരുന്നുണ്ട്. ഓക്കെ. അടുത്ത് വരുന്ന ഗാമ ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് റിലേഷൻസ് ഡെറൈവ് ചെയ്യാനൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ തന്നെ ഇപ്പോൾ ഇത് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യനിലാണ്. ചില സമയത്ത് ഈ രണ്ടെണ്ണം തന്നിട്ട് അവർക്ക് 1 മാർക്ക് ചോദിക്കാം. ഓക്കെ. ഇപ്പോൾ ഇത് ഒരെണ്ണം തന്നിട്ടേ 1 മാർക്ക് ചോദിക്കാവൂ നമുക്കില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെ ഇല്ല. ചിലപ്പോൾ ഹാഫ് ഹാഫ് വീതം ചോദിക്കും. ഓക്കെ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ 2 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യാം? ഡെറൈവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് ആൽഫയാണ് ഒരു തവണ ചോദിച്ചത്, അടുത്ത തവണ ആൽഫ ചോദിക്കും എന്നല്ല. ആൽഫ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെയുള്ള ബീറ്റയും ഗാമയും കൂടി എന്ത് ചെയ്യണം? നിങ്ങളവിടെ പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ? ഓക്കെ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ. ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് നമുക്കറിയാം എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് ആയിട്ട് ഒരു ഇൻപുട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യും? അവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഓസിലേറ്റർ ആണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആംപ്ലിഫയർ ആവുന്ന സമയത്ത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരുന്നു. അപ്പോൾ ഇത് ഒരു ആംപ്ലിഫയറിന്റെ കേസാണ്. ഇതുപോലെ ഒന്നിൽ കൂടുതൽ ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? അടുത്തതിന്റെ ഇൻപുട്ടായിട്ട് നമ്മളവിടെ എടുക്കും. ഓക്കെ. അടുത്തതിന്റെ എന്താക്കി എടുക്കും? ഇൻപുട്ടായിട്ട് എടുക്കും. വീണ്ടും എന്ത് ചെയ്യുന്നു? അതിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ത്രൂ coupling devices. Okay. The most common type of coupling device is the resistance capacitance coupling. Okay. ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. കപ്ലിംഗ് ഡിവൈസസ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ കപ്ലിംഗ് ഡിവൈസസ് വെച്ച് ഒന്നിന്റെ ഔട്ട്പുട്ടിനെ മറ്റൊരു ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ. എന്തിനാ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി അവിടെ കൂട്ടാൻ പറ്റും. ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ബാർഹൗസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നുണ്ട്. ബാർഹൗസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാത്തമെറ്റിക്കൽ കണ്ടീഷൻ ആണ്. അതായത് ഒരു ഓസിലേഷൻസ് അവിടെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ എന്താണ്? ബാർഹൗസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അവിടെ യൂണിറ്റി ആയിരിക്കണം. ഓക്കെ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ
അതായത് ബീറ്റ എ ബി ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ബീറ്റ എ ബിയുടെ വാല്യൂ, അതാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്, അതിന്റെ വാല്യൂ ഇവിടെ യൂണിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ് ഈസ് 0 ആയിരിക്കണം. ഓക്കെ, ഓ ആൻ ഇന്റഗ്രൽ മൾട്ടിപ്ലോ 2π. ഓക്കെ, ഇത് രണ്ടുമാണ് ബാർഖൗസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാണിക്കുന്നത്? ബാർഖൗസൻ ക്രൈറ്റീരിയ പറയുന്നത് ഒരു സർക്യൂട്ട് ഓസിലേഷൻസ് നടത്തുമോ ഇല്ലയോ എന്ന കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബാർഖൗസൻ ക്രൈറ്റീരിയ. നമുക്ക് ജസ്റ്റ് ക്രൈറ്റീരിയ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മോഡുലേഷൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മോഡുലേഷൻ. മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മുടെ വോയിസിങ്ങൾക്ക് നമുക്ക് വളരെ ലോ ഫ്രീക്വൻസീസ് ആണ്. സോ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനവിടെ മോഡിഫൈ ചെയ്യും. ഓക്കെ, കാരിയർ സിഗ്നലുമായിട്ട് മിക്സപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മിക്സപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കാം. പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമുക്കറിയാം. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് എന്താണ്, നമുക്ക് എ സി ഡി സി ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് എന്താണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഉണ്ടാവും. ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്തിന് ഐസിസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ആ സിഗ്നൽ പ്രോസസ്സിങ്ങിന്, അതുപോലെ തന്നെ ഫിൽറ്റർ സർക്യൂട്ട്സ്, ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ജെ ടി ആൻഡ് എഫ് ഇ ടി? ഓക്കെ, ബി ജെ ടി ട്രാൻസ്ഫോർ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, എഫ് ഇ ടി എന്ന ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അപ്പോൾ ആ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, 2 മാർക്കിനും 1 മാർക്കിനും പല രീതിയിൽ ചോദിക്കാം. ബി ജെ ടിയും എഫ് ഇ ടിയും ഒക്കെ ആയിട്ടുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു കമ്പാരിസൺ, അതിൻ്റെ ആ ഒരു പോളാർ ഡിവൈസ് എങ്ങനെയാണ്, അതിൻ്റെ എത്ര ലീഡ്സ് ഔട്ട്സൈഡ് വരുന്നുണ്ട്, എത്ര പോൾസ് വരുന്നുണ്ട് പുറത്തോട്ട്, ആ കാര്യങ്ങളൊക്കെ അവിടെ നോക്കും. ദെൻ അതിന്റെ എന്താ ടെർമിനൽസിന്റെ പേര് എന്താണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ്, എ ജംഗ്ഷൻ where two or more network elements meet is known as node. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ നെറ്റ്വർക്ക് എലമെന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ് എന്ന് പറയും. നമ്മൾ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് നോഡ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്രിസ്റ്റോഫ് കറന്റ് ലോ. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റോഫ് കറന്റ് ലോ നോക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആ വോൾട്ടേജ് ലോ നിങ്ങളോട് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അത് രണ്ടും 1 മാർക്കിന് വേണമെങ്കിൽ മാറി മാറി ചോദിക്കാം. ഓക്കെ, then the transistor amplifier configuration that is biased must be in cutoff is class B. ഓക്കെ, അതിന്റെ ആൻസർ വന്നിട്ട് ക്ലാസ് ബി ആണ് നമുക്ക് അതിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ഏത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്തോ, ഇതിൽ ഏത് ഫീഡ്ബാക്ക് ആണ് ഓസിലേറ്റർ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക്. ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റർ സർക്യൂട്ട് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നമ്മുടെ ആംപ്ലിഫയേഴ്സ് ആണെങ്കിലോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഓക്കെ, ആംപ്ലിഫയറിനാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ ക്ലാസ് ബി ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് ബയാസ്ഡ് മച്ച് കട്ട് ഓഫിനെക്കാട്ടി താഴെ നമ്മൾ ബയാസ് ചെയ്യുന്ന പ്രോസസ് ക്ലാസ് ബി ആണ് അവിടെ വരുന്നത്. എ ആണെങ്കിൽ കംപ്ലീറ്റ് വരും, ക്ലാസ് ബി ആണ് അവിടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഫീഡ്ബാക്കിംഗ് കറക്റ്റ് ആയിട്ട് പഠിച്ച് വെച്ചേക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്കിംഗ്, നെഗറ്റീവ് ഫീഡ്ബാക്കിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ പഠിച്ച് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത, ദ ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഓപ്പാം. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്തിന്റെ വാല്യൂ, CMMR റേഷ്യോസിന്റെ വാല്യൂ പറയുന്നുണ്ട്. നമുക്ക് ഐഡിയൽ കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ടിപ്പിക്കൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത്? ഐഡിയൽ വാല്യൂസ് ആണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, മാക്സിമം ഔട്ട്പുട്ട് ഇടാൻ വേണ്ടി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണ്, ഇൻഫിനിറ്റി ആണ്. പ്രാക്ടിക്കലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഏകദേശം ഒരു 1 മെഗാ ഓം വരും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ 10 ഓം ടു 100 ഓം വരെയാണ് വരുന്നത്. ബാൻഡ് വിഡ്ത്ത് വന്നിട്ട് 1 മെഗാ ഹെഡ്സ് ആണ്. CMRR റേഷ്യോ ആണെങ്കിൽ വന്നിട്ട് നമുക്ക് എത്ര വരും, CMRR റേഷ്യോ വന്നിട്ട് ഏകദേശം 1 ടു 120 ഡെസിബിളിലാണ് വരുന്നത്. ഓക്കെ, ഡെസിബിൾ കൺവേർഷൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ആ ഒരു കൺവേർഷൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കാം. എക്സ്പ്ലെയിൻ CMRR റേഷ്യോ. ഓക്കെ, അല്ലെങ്കിൽ CMRR കോമൺ മോഡ് CMR റേഷ്യോ ഓഫ് CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. It is a measure of an operational amplifier ability to reject a signal that is common to the both input. Okay, it is the ratio of the differential mode gain to the common mode gain. Okay, അപ്പോൾ ഒരു 2 ഇൻപുട്ട് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് കോമൺ ആയിട്ട് വരുന്ന പിന്നെ റിജക്ട് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, CMRR റേഷ്യോ എന്നിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞു ക്രിസ്റ്റോഫിന്റെ വോൾട്ടേജ് ലോയും ചോദിക്കുമെന്ന് കണ്ടല്ലോ ക്വസ്റ്റ്യൻ. ഒരു തവണ വോൾട്ടേജ് ലോ ആണെങ്കിൽ അടുത്ത തവണ എന്തായിരിക്കും, കറണ്ട് ലോ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ലോ ആണെങ്കിലും മറ്റൊരു തവണ
എന്താണ് കറണ്ടിലും ആണ് ഇവിടെ ചോദിക്കുന്നത്. The sum of all voltages across the component that supply electrical energy in a loop is equal to sum of all the voltage sources across the component in the same loop. ഓക്കെ, അതാണ് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് PIV ഓഫ് എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ? ഓക്കെ, അപ്പോൾ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ചോദിച്ചിരിക്കുന്നത് 2 VM ആണ് കേട്ടോ. അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഹാഫ് വേവ് ആണെങ്കിൽ VM ആണ്. ഫുൾ വേവ് ആവുന്ന സമയത്ത് സെൻറ്റർ ടാപ്പിന്റെ കേസാണ് 2 VM ആണ്. ശരിക്കും സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിന്റെ ഒരു ഡ്രോബാക്ക് ആണ് ഈ 2 VM അവിടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരുന്നത്. കാരണം നോർമലി ഹാഫ് വേവിനോട് VMA വരുന്നുള്ളൂ, പക്ഷേ ഇവിടെ ട്വൈസ് ഓഫ് ഇത് വരുന്നുണ്ട്. കാരണം 2 ഹാഫ് വേവ് ചേരുമ്പോഴാണ് ഒരു സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആയിട്ട് മാറുന്നത്, ഫുൾ വേവ് ആയിട്ട് മാറുന്നത്. ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഏതിൽ മാറ്റാൻ പറ്റും? നമ്മുടെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഇത് നമുക്ക് അവിടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു കൺവേർഷൻ വരുന്നുണ്ട്. ഇത് ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, അടുത്ത്, വാട്ട് യു മീൻ ബൈ ഡിസ്റ്റോർഷൻ ഓഫ് എ പവർ ആംപ്ലിഫയർ? ഓക്കെ, അപ്പോൾ ഒരു പവർ ആംപ്ലിഫയറിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും, നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഇത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആംപ്ലിഫയറിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് തരിക. ഈ കൊടുക്കുന്ന സിഗ്നൽ എന്ത് ചെയ്യണം, മാക്സിമം അതുപോലെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്ത് തരണം. അതാണ് അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ കിട്ടേണ്ട സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സിഗ്നൽ അവിടെ ഡിസ്റ്റോർഷൻ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ ഒരു ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ. ഇൻപുട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന് ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്, അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ദ ഫേസ് റിവേഴ്സൽ ഓഫ് എ സി കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിലുള്ള ആ ഒരു ഫേസ് ചേഞ്ച് എത്രയാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഓരോ കോൺഫിഗറേഷന്റെ കേസ് നമ്മളിവിടെ സെപ്പറേറ്റ് നമ്മളിവിടെ പഠിക്കണം. എങ്ങനെയാണ് ആ ഫേസ് ചേഞ്ച് ഒക്കെ വരുന്നത്, സിയുടെ എങ്ങനെയാണ്, CC എന്താണ് സി. അതിലൊരു കാര്യം കൂടി, നിങ്ങൾക്ക് അവിടെ CE, CB, CC 3 കാര്യങ്ങൾ ഇവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, കമ്പാരിസൺ ഒക്കെ ചില സമയങ്ങളിൽ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. സോ 3 കോൺഫിഗറേഷൻസ് എന്ത് ചെയ്യുക, കറക്റ്റ് അവിടെ ബൈ ഹാർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെഗുലേറ്റഡ് പവർ സപ്ലൈ? അപ്പോൾ എന്താണ് ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ? നമുക്കറിയാം, ഔട്ട്പുട്ട് വളരെ വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്ന പവർ സപ്ലൈ എന്ത് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. യൂഷ്വലി എന്തായിരിക്കും, DC പവർ സപ്ലൈ ആയിരിക്കും റെഗുലേറ്റഡ് പവർ സപ്ലൈ. പിന്നെ ഫീഡ്ബാക്ക് എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫീഡ്ബാക്ക് എന്താണ്, ഒരു ഔട്ട്പുട്ട് സെക്ഷന്റെ ഒരു സ്മോൾ പോർഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടിൽ കൊടുക്കുന്ന പ്രോസസ് ആണ് എന്ത് ഫീഡ്ബാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീഡ്ബാക്കിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഫീഡ്ബാക്കിംഗ് എന്ന പ്രോസസ് ആണ് നമുക്ക് എന്തിലോട്ട് വരുന്നത്, ഫീഡ്ബാക്കിംഗ് എന്ന പ്രോസസ് ആണ് നമുക്ക് അവിടെ ആ ഒരു ഓസിലേഷൻ എന്ന കണ്ടീഷനിലോട്ട് വരുന്നത്. പിന്നെ ആംപ്ലിഫിക്കേഷന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫീഡ്ബാക്കിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് അവിടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കണ്ടക്റ്റീവ് മോഡുലേഷൻ ഇൻ UJT? ഓക്കെ, അപ്പോൾ ഈ കണ്ടക്റ്റീവ് മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആ ഒരു ബേസ് റീജിയനിലെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് എമിറ്റർ വോൾട്ടേജ് ഹൈ ആവുന്ന സമയത്ത്, ഓക്കെ, എമിറ്റർ വോൾട്ടേജ് ഹൈ ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബേസ് റീജിയന്റെ റെസിസ്റ്റൻസ് അവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ് ആണ് അവിടെ നമ്മൾ എന്ത് പറയുന്നത് കണ്ടക്റ്റീവ് മോഡുലേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ തന്നെ പ്രോസസ് എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഹോൾസ് വരും. ലൈറ്റ്ലി ഡോപ്പർ എൻട്രി പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾസ് ഇജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദാറ്റ് റീജിയൻ ഡ്യൂ ടു ആഡഡ് ചാർജ് കാരിയേഴ്സ് ലെഡ് ടു എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ UJT ഓപ്പറേഷൻ. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് മോഡുലേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് UJTക്കകത്ത് നമ്മൾ കേൾക്കാത്ത ഒന്ന് രണ്ട് ടേംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ റിപ്പീറ്റേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, UJTയിൽ വരുന്ന ഈ ഒരു ട്രാൻസ് കണ്ടക്ടൻസ്, നമ്മുടെ JFETൽ വന്ന ട്രാൻസ് കണ്ടക്ടൻസ്, കണ്ടക്റ്റീവ് മോഡുലേഷൻ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഇത് ചില സമയത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ആ സെക്ഷനാണ്. നമ്മൾ UJTയും JFETും അത്രയും ഡീപ്പായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ടേംസിൽ കേൾക്കും. അപ്പോൾ അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? അപ്പോൾ അതിവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ പലതവണ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഈ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കാം. ദെൻ ഡിഫൈൻ ഇൻപുട്ട് ഓഫ്സെറ്റ് ഓഫ് ആൻ അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഓഫ് ആൻ ഓപ്പ് ആംപ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് കറന്റ് ഇൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് IB പ്ലസ് മൈനസ് IB മൈനസ്. ഓക്കെ, ഇത് ഔട്ട്പുട്ട് അല്ല ഇൻപുട്ട് ആണ് കേട്ടോ. ഔട്ട്പുട്ട് അല്ല ഇൻപുട്ടാണ്. ഓക്കെ, അതായത് ഇൻപുട്ട് ഉണ്ടാകുന്ന ആ ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഒരു ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് IB, അതായത് IB പ്ലസ്. ഓക്കെ, രണ്ട് ടെർമിനൽസ് ഉണ്ടല്ലോ. ഇത് I സഫിക്സ് B, IB പ്ലസും IB മൈനസും. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഔട്ട്പുട്ട് അല്ല ഇൻപുട്ട് ഓഫ്സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്.
ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലും ശരിക്കും ഇലക്ട്രോണിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്ത് 2 മാർക്കിൽ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു 4 മാർക്കിന് എഴുതാൻ കണക്ക് നിങ്ങളവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്ക് വന്നാലും 1 മാർക്ക് വന്നാലും നമുക്കവിടെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ ചോദിക്കുന്ന ഒരു സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സെനർ ഡയോഡ് എന്താണ്, ഒരു ഹെവി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ കറക്റ്റ് ആയിട്ട് സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. അതാണ് ദാറ്റ് ഈസ് ദ സെനർ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നോട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ക്ലാസ്സിൽ നമ്മൾ 2-3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക സെനർ ഡയോഡിന്റെ കാര്യം. ഓക്കെ. നെക്സ്റ്റ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഡിപ്ലീഷൻ ബാരിയർ ഇൻ പി എൻ ജംഗ്ഷൻ. ഇതേ കാര്യം തന്നെ നമ്മൾ 1 മാർക്ക് കണ്ടു, ഡിപ്ലീഷൻ ലെയർ എന്താണ്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും 1 ബൈ 1 ആയിട്ട് പഠിക്കുക. ഒരു 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു 4-5 ഫീച്ചേഴ്സ് എങ്കിലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കി പഠിക്കാം. നമ്മൾ ക്ലാസ്സിൽ കുറച്ച് നേരം ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ. എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ നോട്ട്സ് ഡിസ്കസ് ചെയ്ത പോലെ പഠിക്കാം. ഓക്കെ. ദെൻ 14th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും ആ ഒരു ട്രാൻസിസ്റ്റർ, അതായത് നമുക്കിപ്പോൾ ഇൻപുട്ട് കറണ്ടിനനുസരിച്ചുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് കറണ്ടിനൊക്കെ വേരിയേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതർ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഒരു എന്താ ആംപ്ലിഫിക്കേഷൻ പ്രോസസ് നടത്തുന്നത് നമ്മൾ എന്ത് പറയും, സ്റ്റെബിലൈസേഷൻ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതാണ് സ്റ്റെബിലൈസേഷൻ ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ പാരാമീറ്ററിലേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ട് കറണ്ട് വേരി ചെയ്താലോ ടെമ്പറേച്ചർ വേരി ചെയ്താലോ മറ്റെന്ത് മെക്കാനിക്കൽ ഫീച്ചേഴ്സിൽ വേരിയേഷൻ വന്നാലോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ബയാസിംഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി അവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നമുക്കിപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി പെരിഫറൽ ഡിവൈസ് ഒന്നും മാറ്റാതെ എന്ത് ചെയ്യണം, ഇതിനവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. ദ ട്രാൻസിസ്റ്റർ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് how we can maintain the biasing condition when there are change in temperature, transistor parameters are the factor. The stability factor is represented by the symbol beta and is defined as the ratio of the change in collector current to the change in base current. Okay. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ. നിങ്ങൾക്ക് ഇനി അറിയാനുള്ള പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ കേട്ടോ. ഒരു 2 മാർക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഇത്രയും സെന്റൻസ് മതിയാവും. വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് നോക്കാം. ഓക്കെ. Next question, briefly mention different classes of distortion in amplifiers. Okay. അപ്പോൾ different types of distortion ഓരോന്നും ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ്, അതായത് ഡിസ്റ്റോർഷൻ ക്ലാസ്സസ് മീൻസ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി. ഓക്കെ. ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ചോദിക്കുന്നത്. മൂന്നെണ്ണത്തെ കുറിച്ച് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൽ ഓരോന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഓരോന്നും എന്ത് ചെയ്യുക, 1 മാർക്കിന് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് അര മാർക്കിനാണ് ഓരോന്നും തന്നിരിക്കുന്നത്. ഓക്കെ. അതായത് ഹാഫ് വരുമ്പോൾ 4 പ്രാവശ്യം 2 മാർക്കായിട്ട് മാറും. അങ്ങനെ. ഓക്കെ. അല്ലാതെ ഒരെണ്ണം മാത്രമായിട്ട് എന്ത് ചെയ്യാം, 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ. പിന്നെ വരുന്ന അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഓസിലേറ്റർ ആൻഡ് ആൻ ആംപ്ലിഫയർ. ഇത് ഇമ്പോർട്ടൻ്റ് പറയാൻ കാരണം എക്സാമിനേഷന് ചോദിക്കും ഒരു കാര്യം. അത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഓസിലേറ്ററിനെ കുറിച്ചോ ആംപ്ലിഫയറിനെ കുറിച്ചോ എഴുതണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻസ് അറിയെങ്കിൽ മാത്രമേ അതിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതായത് ഓസിലേറ്റർ എന്താണെന്നും ആംപ്ലിഫയർ എന്താണെന്നും കറക്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന്റെ ഓരോ പ്രോസസ്സും, ആംപ്ലിഫിക്കേഷൻ എന്താണ്, ഓസിലേറ്റർ പ്രോസസ്സ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഓസിലേറ്റർ നിർമ്മിക്കണമെങ്കിൽ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ടാവും. ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കിംഗ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഓസിലേറ്റർ ആയിട്ട് മാറുന്നത്. ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിന് കൊടുക്കുന്നെങ്കിൽ എന്താവും, അത് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഓസിലേറ്ററിന് ഇൻപുട്ട് ഉണ്ടാകത്തില്ല, ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അത്യാവശ്യം വേണ്ട പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. അടുത്ത, വൈ ഡു വി നീഡ് എ മോഡുലേഷൻ, എക്സ്പ്ലെയിൻ. ഓക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് മോഡുലേഷൻ അവിടെ ആവശ്യം, നീഡ്സ് ഫോർ മോഡുലേഷൻ. ഒന്നാമത്തെ കാര്യം പ്രാക്ടിക്കൽ ലെങ്ത് ഓഫ് ദ ആംഗിൾ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ, ലോ ഓപ്പറേറ്റിംഗ് റേഞ്ചും അതുപോലെ തന്നെ ഈ ഒരു എത്ര റേഞ്ച് നമുക്ക് ഇത് സിഗ്നൽസ് കൊണ്ടുപോകാൻ പറ്റും അത്രയും കാര്യം നമുക്ക് അവിടെ നോക്കണം. പിന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ ചാനൽസ്. ഓക്കെ. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു FM ചാനൽ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എല്ലാം കൂടി മിക്സ് ആയി പോയി നമുക്ക് റിസീവിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, മോഡുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മോഡുലേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു ചാനൽ നമുക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ചാനൽസ് മീൻസ് നമുക്ക് ആ ഒരു ബാൻഡ് വിഡ്ത്ത്. ഓക്കെ. നമുക്കിപ്പോൾ 93.2 ആണെങ്കിൽ അതുവരെ ഏത് സിഗ്നൽ ആണോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും,
ആംപ്ലിഫയറോട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലക്സിംഗ് ഓഫ് സിഗ്നൽ, മൾട്ടിപ്പിൾ സിഗ്നൽസ് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നീഡ് ഫോർ മോഡുലേഷൻ. അപ്പോൾ ഇതിലൊരു 4-5 പോയിന്റ്സ് ഒക്കെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ഡീമോഡുലേഷൻ പ്രോസസ് ഓഫ് ആൻ AM സിഗ്നൽ. ഒരു AM സിഗ്നലിന്റെ ഡീമോഡുലേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡീമോഡുലേഷൻ നടക്കുന്നത്, അവിടെ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, എൻവലപ്പ് ഡിറ്റക്ഷൻ ഉണ്ട്, ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഡയോഡസ് റെക്ടിക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീമോഡുലേഷൻ എങ്ങനെ വരുന്നു എന്ന കേസൊക്കെ എന്തിനാണ് 1 by 1 ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സിൽ നമ്മളൊരു ഡയഗ്രം കൂടി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രം കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ആൻസേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രം കൂടി യൂസ് ചെയ്യാൻ പറ്റും, അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 മാർക്ക് ആയതുകൊണ്ട് ഡയഗ്രാംസ് കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് ഡയഗ്രം കൂടി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടി വരച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡീമോഡുലേഷൻ പ്രോസസ് പോലെ തന്നെ മോഡുലേഷൻ പ്രോസസ് എന്താണെന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അതും ക്വസ്റ്റ്യൻസിൽ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ചോദിക്കാം. ഡ്രോ ദ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ JFET വിത്തൗട്ട് എനി ബയാസ്, മാർക്ക് ദ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു JFETന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓമിക് റീജിയൻ വരുന്നുണ്ട്, സാച്ചുറേഷൻ റീജിയൻ വരുന്നുണ്ട്, ബ്രേക്ക് ഔട്ട് റീജിയൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് എഴുതുക. പിന്നെ ഒരു ഡി മോസ്ഫെറ്റിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഇതാണ് ഒരു ഡി മോസ്ഫെറ്റിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അത് ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ എല്ലാത്തിൻ്റെതും പഠിച്ചു വെച്ചിരിക്കുക. JFET, FET, അതുപോലെ തന്നെ BJT, നമ്മുടെ PN ജംഗ്ഷന്റെ ഡിപ്ലീഷൻ്റെ ഫോർമേഷൻ. അപ്പോൾ അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക, 1 by 1 ആയിട്ട് പഠിക്കുക. ഓപ്പാമ്പ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ ഓപ്പാമ്പിന്റെ പിൻസ്. ഓക്കെ, ആ പിൻസ് മാർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്, ആ ഒരു കേസൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അവിടെ നോക്കി വെച്ചേക്കുക കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ഓഫ് UJT. ഓക്കെ, UJTയുടെ കൺസ്ട്രക്ഷൻ ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് വായിച്ച് പഠിക്കുക. UJTയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് കേസ് കൂടി ഒന്നുകൊണ്ടിന്ന് വായിച്ച് പഠിക്കുന്നു. ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു, അത് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം മീൻസ് എന്താണ്, നമുക്ക് ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലോട്ട് മാക്സിമം എങ്ങനെ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കണ്ടീഷൻ ലോ റെസിസ്റ്റൻസ് ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ് ഒക്കെ ആ സമയത്ത് മാക്സിമം പറഞ്ഞ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ഒക്കെ വരുന്ന ആ ഒരു ക്ലാസ്സിൽ. അപ്പോൾ അതിൽ തെവനിൻസ് തിയറം നോക്കണം, നോർട്ടൺസ് തിയറം നോക്കണം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ക്രിച്ച്ഹോഫ് ലോ, ക്രിച്ച്ഹോഫിന്റെ KCLും KVLും, വോൾട്ടേജ് ലോയും ഉണ്ട്, കറന്റ് ലോയും വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നോക്കാം. പിന്നെ ലോഡ് ലൈൻ. ഓക്കെ, ലോഡ് ലൈൻ എന്താണ്, transverse curve which represents the relation between collector current and collector emitter voltage based on the external circuit. Okay, അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ലോഡ് ലൈൻ കൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സിഗ്നിഫിക്കൻസ് മീൻസ് നമുക്ക് അവിടെ സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യൂ പോയിന്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫിക്കേഷൻ പ്രോസസ് നമുക്ക് അവിടെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു DC ലോഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ലോഡ് ലൈൻ വരയ്ക്കാനൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹൗ ഡസ് ദ സെൻ ഡയോഡ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. ഓക്കെ, സെൻ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു, അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് ഓഫ് ആൻ എക്സ്പ്ലെയിൻ സർക്യൂട്ട് ഓഫ് എ പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കണം, വരച്ചിട്ട് എന്ത് ചെയ്യാവും, അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാവും. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. 2 മാർക്കിനാണ്, എന്നാലും വരച്ച് എഴുതുക. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുകയാണ്. അത്രയും വേണമെന്നില്ല, കുറച്ചുകൂടി ഷോർട്ട് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഷോർട്ട് ചെയ്തിട്ട് വർക്കിംഗ് അവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, ഒരു 4 അഡ്വാൻറ്റേജും 4 ഡിസഡ്വാൻറ്റേജും എഴുതിയാൽ മതി, ഒരുപാട് സമയം വേസ്റ്റ് ആക്കേണ്ട. 2 മാർക്കിന് പ്രോബ്ലം സെക്ഷൻസ് ഒക്കെ ഉള്ളതാണ്, സോ അത് നോക്കാം. പിന്നെ ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മോസ്ഫെറ്റ്. ഓക്കെ, മോസ്ഫെറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. മോസ്ഫെറ്റ്, JFET, അതുപോലെ തന്നെ FET, ഇതിന്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുക. പിന്നെ വരുന്ന ഓപ്പറേഷൻ ഓഫ് എ സമ്മിങ് ആംപ്ലിഫയർ ചോദിക്കാം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സും ചോദിക്കാം. ഓക്കെ, സമ്മിങ്ങും ചോദിക്കാം, ഡിഫറൻഷ്യൽസ് ആംപ്ലിഫയർ, ഇന്റഗ്രേറ്റർ, അതിന്റെ എല്ലാം വർക്കിംഗ് ചോദിക്കാം. നമ്മൾ നോട്ട്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ കൂടി നോക്കി പഠിക്കുക. സമ്മിങ് മാത്രം നോക്കിയിട്ട് പോവല്ല, ഒരു തവണ സമ്മിങ് ചോദിച്ചാൽ അടുത്ത തവണ ഡിഫറൻഷ്യൽ ചോദിക്കും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നോക്കാം. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ആംപ്ലിഫയർ. ഓക്കെ, കപ്ലിംഗ് കപ്പാസിറ്റർ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു മൾട്ടി സ്റ്റേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് കപ്പിൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ AC സിഗ്നൽസാണ്.
അപ്പോൾ AC സിഗ്നൽസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുഴപ്പം എന്താ? AC മാത്രമായിരിക്കില്ല DC ഉണ്ടാവും. അപ്പോൾ DC നമുക്കവിടെ റിമൂവ് ചെയ്യണം. അപ്പോൾ DC റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ഡ്യുവൽ പവർ സപ്ലൈ ഓപ്പ് ആമ്പിൽ യൂസ് ചെയ്യുന്നത്? കാരണം ഓപ്പ് ആമ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? പോസിറ്റീവ്, നെഗറ്റീവ് ഔട്ട്പുട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഗ്രൗണ്ട് ലെവലുമായിട്ട് എന്ത് ചെയ്യണം? ഇതിന് വേരിയേഷൻ വരാറുണ്ട്. ഔട്ട്പുട്ടിന് ഗ്രൗണ്ട് ലെവലുമായിട്ട് വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഡ്യുവൽ പവർ സപ്ലൈസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. The dual power supply is used in op amp because it allows op amp to produce both positive and negative output voltage, which is necessary for many application. Okay. അത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് സ്വിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ ഡ്യുവൽ പവർ സപ്ലൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then what is the difference between open loop gain and closed loop gain? Okay. The open loop gain refers to the gain of an amplifier without feedback loop. Okay. The closed loop gain gives the amplifier when feedback loop is actively used. അത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ് ആണ്. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. താഴെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആ എക്സ്പ്ലനേഷൻ കൂടിയൊക്കെ ആയിട്ട് കൊടുത്ത് എഴുതുക. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു FM വേവിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ. പിന്നെ നമ്മൾ ആ ഒരു ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിൽ അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗൺ നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഹൈ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവലാഞ്ചി ബ്രേക്ക് ഡൗൺസ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും സെനർ ഡയോഡിൽ അവിടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ നടക്കുന്ന ഡയോഡ്സും ഉണ്ട്, സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്ന ഡയോഡ്സും ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ കോമൺലി അതിനെ എന്തെന്നേ പറയുള്ളൂ? നമ്മളതിനെ സെനർ ഡയോഡ്സ് എന്നേ പറയാറുള്ളൂ. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി? കാരണം ഇതിലിപ്പോൾ നമുക്ക് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആൻസർ കൊടുത്തിട്ടുള്ളത് രണ്ടിന്റെ കമ്പാരിസൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചിലപ്പോൾ ഇനി ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാലോ, കമ്പയർ ബിറ്റ്വീൻ വാട്ട് ആർ ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി ആ ഒരു ഉത്തരം കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ ട്രാൻസിസ്റ്റർ കോൾഡ് എ കറന്റ് കൺട്രോൾ ഡിവൈസ്? ഓക്കെ. അപ്പോൾ ട്രാൻസിസ്റ്റർ നമുക്ക് എന്തുകൊണ്ട് കറന്റ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്? കാരണം ട്രാൻസിസ്റ്റർ കൺട്രോൾസ് ദ ഇലക്ട്രിക് കറന്റ് സപ്ലൈ ടു ഇറ്റ് ബൈ ആക്ടിങ് ആസ് എ ആംപ്ലിഫയർ ഓർ എ സ്വിച്ച്. ഓക്കെ. ഇൻപുട്ട് കറന്റ് ബേസ് കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് കറന്റ് ബേസ് കൺട്രോൾ ദ ഔട്ട്പുട്ട് കറന്റ്. ഓക്കെ. അതായത് ബേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചെറിയ കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വലിയ കറന്റുകളെ കൺട്രോൾ ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബേസ് കറന്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ഓണും ഓഫ് ഒക്കെ ആക്കാനായിട്ട് ഈസിലി പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ തന്നെ കറന്റ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് അവിടെ നോക്കുക. എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റേഴ്സിനെ കറന്റ് കൺട്രോൾ ഡിവൈസസ് എന്ന് അറിയപ്പെടുന്നതെന്ന്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ ബൈപോളർ ട്രാൻസിസ്റ്റർ വിച്ച് റീജിയൻ ഈസ് വൈഡർ ആൻഡ് വിച്ച് റീജിയൻ ഈസ് തിന്നർ? ഓക്കെ. നമ്മൾ പലതവണ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു ഏത് റീജിയൻസ് ആണ് തിന്നർ, എന്തുകൊണ്ടാണെന്ന കേസ്. ഓക്കെ. ഞാൻ ഇവിടെ ഡീറ്റെയിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത സമയം ചെയ്യുന്നില്ല. ഓക്കെ. നിങ്ങൾ നോക്കുക കേട്ടോ. അതിൽ ഏറ്റവും ചെറുത് ബേസ് ആണ്, കളക്ടർ ആണ് ലാർജസ്റ്റ് വരുന്നത്, എമിറ്റർ റീജിയൻ എന്താണ് ബേസിനെ കാട്ടിയും കൂടുതലായിരിക്കും ഹെവി ഡൗട്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെയും ഡിഫറൻസ് പറയുക. ഓക്കെ. ഞാനിപ്പോൾ 1 by 1 ആയി ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നോക്കി പഠിക്കുക. ഓക്കെ. എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന്. ഓക്കെ. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ഫെറ്റ്. ഓക്കെ. നമ്മൾ JFETന്റെ കൺസ്ട്രക്ഷൻ കണ്ടു, മോസ്ഫെറ്റിന്റെ നമ്മൾ കൺസ്ട്രക്ഷൻ ചോദിച്ചു, UJTയുടെ കൺസ്ട്രക്ഷൻ ചോദിക്കുന്നുണ്ട്, എടുത്ത് ചോദിച്ചത് എന്തിനാണ്? ഫെറ്റിന്റെയാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻസ് നിങ്ങളോട് പഠിച്ചു വെക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഒരു തവണ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ബൈ ഹാർട്ട് ആക്കി വെക്കുക. എക്സ്പ്ലെയിൻ ദ പിഞ്ച് ഓഫ് വോൾട്ടേജ് ഇൻ എ ട്രാൻസിസ്റ്റർ JFET. ഓക്കെ. That is, in a junction field of a JFET, the pinch of voltage is the voltage at which the transistor off and the channel is pinched off. Okay. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ ഒരു കണ്ടീഷൻ എന്ത് പറയുന്നത്? നമ്മളുടെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് the pinch of voltage is the value of VDS when the drain current reaches a constant saturation value. Okay. ആ ഒരു വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടില്ല? അവിടെ കാരീസ് ഒന്നും അവിടെ മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ. at this voltage no more carries move from source to the drain. Okay. പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? അവിടെ നിൽക്കും. പിന്നെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകാം. ഇതിപ്പോൾ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നോക്കി പഠിച്ചു വയ്ക്കുക. ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ഉണ്ടോ? വാട്ട് ഈസ് ഇൻവേർട്ടിംഗ് ആൻഡ് വാട്ട് ഈസ് നോൺ ഇൻവേർട്ടിംഗ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അതവിടെ ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ. ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ്, സമ്മിങ്, അതുപോലെ ഡിഫറൻസിയേഷൻ, ഇപ്പോഴത്തെ കാര്യം കറക്റ്റ് ഇവിടെ നോക്കണം. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്.
4 മാർക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ ചോദിക്കുന്നത്. പിന്നെ തെവനിൻസ് തിയറം ഒക്കെ ചോദിക്കുകയാണ്. തെവനിൻസ് തിയറം ഒക്കെ അറിയെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും മതിയാവും. ഓക്കെ, തെവനിൻസ് തിയറം നോക്കിക്കൊണ്ടിരുന്ന ഒരുപാട് സമയം വേസ്റ്റ് ആക്കല്ലേ. തെവനിൻസ് തിയറം അത്യാവശ്യം അത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലതൊക്കെ. ബട്ട് ഈസി ആയിട്ടുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാതെ അവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എസ് എഴുതേണ്ട സമയം അവിടെ പോകും. Here question, in a transistor amplifier, when the signal changes by 0.03 volt, the base current changed by 11 microampere and the collector current by 1.1 milliampere. Find the current gain, input impedance and AC load if RC is equal to 4 kilo ohm and RL is equal to 8 kilo ohm. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വി ആർ ഹാവിംഗ് ദ ഡെൽറ്റ വി ബി ബേസ് വോൾട്ടേജ് ഉണ്ട്. ബേസ് വോൾട്ടേജ് എത്രയാണ്? ഡെൽറ്റ വി 0.3 വോൾട്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഐ ബി ഡെൽറ്റ ഐ ബി പറയുന്നുണ്ട്. ഡെൽറ്റ ഐ ബി എത്രയാണ്? ഡെൽറ്റ ഐ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 11 മൈക്രോ ആംബിയർ. ഡെൽറ്റ ഐ സി വന്നിട്ട് 1.1 മില്ലി ആംബിയർ ആണ്. ആർ സിയുടെ വാല്യൂ 4 കിലോ ഓം, അതുപോലെ തന്നെ ആർ എല്ലിന്റെ വാല്യൂ 8 കിലോ ഓം ആണ്. അപ്പോൾ കറന്റ് ഗെയിൻ കണ്ടുപിടിക്കാം ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. ഓക്കെ, എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇൻപുട്ട് ഇംപെഡൻസ് ഡെൽറ്റ വി ബി ബൈ ഡെൽറ്റ ഐ ബി ആണ്. ദാറ്റ് ഈസ് 0.03 ഓൾ ഡിവൈഡ് ബൈ 11 മൈക്രോ ആംബിയർ 2.7 കിലോ ഓം എന്ന് കിട്ടും. എ സി ലോഡ് ഓക്കെ, ആർ സി ഇൻറ്റു ആർ എൽ പാൽ കോമ്പിനേഷൻസ് ആർ സി ഇൻറ്റു ആർ എൽ ബൈ ആർ സി പ്ലസ് ആർ എൽ ചെയ്യുന്ന സമയത്ത് 2.6 കിലോ ഓം എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടുത്തെ എ സി ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, then next question, a silicon transistor working in a voltage divided bias method has the following parameter: VCC is equal to 50 ohm, R1 is equal to 10 kilo ohm, R2 is equal to 5 kilo ohm, RC is equal to 1 kilo ohm, RE is equal to 2 kilo ohm. Find out the operating point and plot the load line. Okay, അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? ഈ സർക്യൂട്ട് അങ്ങ് വരയ്ക്കുക. വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ ഒക്കെ വരുന്നുണ്ട്, മാർക്ക് കിട്ടും. കാരണം ആ ഒരു നിങ്ങൾക്ക് വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് എന്താണെന്ന് അറിയാം എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫിഗർ കറക്റ്റ് അവിടെ വരയ്ക്കുക. വരച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്കവിടെ ആ ഒരു സിലിക്കൺ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ വി ബി, അതായത് ബേസ് എമിറ്റർ വോൾട്ടേജ് 0.7 വോൾട്ട് എന്ന് എടുക്കാം. ഓക്കെ, അത് ഏത് ട്രാൻസിസ്റ്റർ ആണെന്ന് വെച്ച് നമ്മൾ നോക്കിയെടുക്കുക. സിലിക്കൺ ആണെങ്കിൽ സിലിക്കന്റെ വാല്യൂ കൊടുക്കണം. ജെർമേനിയം ആണെങ്കിൽ എന്ത് ചെയ്യണം? ജെർമേനിയത്തിന്റെ വാല്യൂ ഇവിടെ കൊടുക്കണം. ഓക്കെ, കട്ട് ഓഫ് കണ്ടീഷൻ ആവുന്ന സമയത്ത് വി സിയുടെ വാല്യൂ ബി സി സിക്ക് തുല്യമായിരിക്കും. സോ അതെന്ത് കിട്ടും? ആ 15 വോൾട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ് ഔട്ട് ആയിട്ടുണ്ട് ഡി സി ലോഡ് ലൈനിന്റെ. അതുപോലെ തന്നെ അവിടെ ഐ സി സാച്ചുറേഷൻ വാല്യൂ വി സി സി ബൈ ആർ ഇ ആർ സി പ്ലസ് ആർ ഇ കിട്ടും. ദാറ്റ് ഇസ് 5 മില്ലി ആംബിയർ കിട്ടുന്ന പോയിന്റ് ബി, അതായത് ഈ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഡി സി ലോഡ് ലൈൻ അറിയാലോ, ഐ സി കറണ്ടും വി ബി വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിവിടെ പ്ലോട്ട് ചെയ്യുന്നത് വി സി വാല്യൂ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 15 വോൾട്ട് എന്ന് കിട്ടുന്നുണ്ട്. ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യുക. നമുക്ക് അടുത്ത് എന്ത് വേണം? ഇവിടുത്തെ വാല്യൂസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഐ സി വാല്യൂ ഇവിടുത്തെ വാല്യൂ നമുക്കിവിടെ നോക്കണമെങ്കിൽ നമുക്ക് ക്യൂ പോയിന്റ് വാല്യൂ ഇവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ഐ വാല്യൂ എടുക്കുന്നു. ഐ ഇസ് ഈക്വൽ ടു വി ടു മൈനസ് വി ബി ബൈ ആർ കിട്ടും 2.7 മില്ലി ആംബിയർ. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മാർക്ക് ചെയ്യുന്നു ഐ വാല്യൂ. ഓക്കെ, അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഐ സി നിയർലി ഈക്വൽ ടു ഐ ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. ആൻഡ് വി സി ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ എൽ പ്ലസ് ആർ ഇ. സോ 14.9 വോൾട്ടാണ് കിട്ടുന്നത്. സോ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് മാർക്ക് ചെയ്യുക? ക്യൂ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ ക്ലാസ് സെക്ഷനിൽ നോക്കുക കേട്ടോ. റെക്കോർഡ് സെക്ഷൻസ് കാണുന്നില്ല നോക്കുക. അതിന് നമ്മൾ ഡി സി ഓൺലൈൻ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ അത്രയും ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല. സോ എന്തിനാ അവിടെ കൂടി ഒന്ന് നോക്കുക, അവിടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എ ഇസ് ഈക്വൽ ടു 100 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 0.05 ആൻഡ് വി ഇസ് ഈക്വൽ ടു 10 മില്ലി വോൾട്ട് ആൻഡ് ഫൈൻഡ് എ, that is gain with the feedback, B output voltage, C feedback factor and D feedback voltage. AFന്റെ വാല്യൂ 100 ആണ്, ബീറ്റയുടെ വാല്യൂ 0.05 ആണ്, ബി ഐയുടെ വാല്യൂ 10 മില്ലി വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? ദാറ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ, ഫീഡ്ബാക്ക് ഗെയിൻ കണ്ടുപിടിക്കണം. AFന്റെ വാല്യൂ ദാറ്റ് ഇസ് A ബൈ 1 പ്ലസ് ബീറ്റ എ ആണ്. ദാറ്റ് ഇസ് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16.6 കിട്ടും AFന്റെ വാല്യൂ. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? അതായത് AF എന്ന് പറയുന്നത് AF ഇസ് ഈക്വൽ ടു V0 ബൈ വി ഐ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കാനായിട്ട് V0 ഇസ് ഈക്വൽ ടു AF ഇൻറ്റു വി ഐ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 100 ഇൻറ്റു 10 മില്ലി വോൾട്ട് കിട്ടും. 1 വോൾട്ട് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ബീറ്റ ഇൻറ്റു V0 ആണ്. ദാറ്റ് ഇസ് 1 ഇൻറ്റു 0.05 വോൾട്ട് ആണ്. ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ ആണ്. എത്ര കിട്ടുന്നുണ്ട്? ദാറ്റ് ഇസ് 0.05 1/28. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസേഴ്സ്. Next question, plot the amplitude modulation waves with the following modulation factors 0, 0.5, 1, 1.5.
അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് 0 ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യത്തില്ല, മെസ്സേജിൽ മാത്രമേ നമുക്ക് പോകത്തുള്ളൂ. അവിടെ എന്ത് ചെയ്യത്തില്ല, മോഡുലേഷൻ അവിടെ നടക്കില്ല. മോഡുലേഷൻ 0.5 ആവുന്ന സമയത്ത് അവിടെ 50% ആണ് ഈ ഒരു രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, മോഡുലേഷൻ അവിടെ നമുക്ക് പോകുന്നത്. ഓക്കെ, അത് ഓവർലാപ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് അവിടെ പോകും. ഇനി 100% ആവുന്ന സമയത്ത്, അതായത് മോഡുലേഷൻ ഇൻഡെക്സ് 1 ആകുമ്പോൾ ഇൻ പെർസെന്റേജ് മാറ്റുമ്പോൾ 100% വരും. 100% മോഡുലേഷൻ എന്ത് ചെയ്യും, ഈ ലൈൻസ് ഇവിടെ ഇതിൽ മീറ്റ് ചെയ്തായിരിക്കും നമുക്ക് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അടുത്ത് ഇത് 1.5 ആകുമ്പോൾ മോഡുലേഷൻ പെർസെന്റേജ് ഏകദേശം 150% മാറും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓവർ മോഡുലേഷൻ ആണ്. അത് നേരെ വന്ന മോഡുലേഷൻ നടക്കില്ല. ഇവിടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ മോഡുലേഷൻ ഇത് പോകുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യാം, അവിടെ വേരിയേഷൻസ് വരാം. ഓക്കെ, അവിടെ വേരിയേഷൻസ് ഇങ്ങനെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഓപ്പ് ആംപ് ഇൻവെർട്ടിംഗ് ആഡർ ഫോർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജസ്. ഓക്കെ, നമ്മൾ ഓപ്പ് ആംപിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആഡർ സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്പ് ആംപ് ആഡർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്ത ഇക്വേഷൻ ആണ്, ദാറ്റ് ഇസ് RF/R1 ഇൻറ്റു V1 പ്ലസ് RF/R2 ഇൻറ്റു V2 പ്ലസ് RF/R3 ഇൻറ്റു V3. എത്ര ഇൻപുട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ അതല്ല എന്ത് ചെയ്യുക, പ്ലസ് ഇട്ട് ഇതുപോലെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക. ഇവിടെ നമുക്ക് ഇപ്പോൾ 3 വോൾട്ടേജ് ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കംപ്ലീറ്റ്ലി 10 കിലോ ഓം ആണ്. ബാക്കി ഓരോന്നും ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് നമ്മൾ തന്നിട്ടുണ്ട്. എവിടെയാണ് ഇൻപുട്ട് കൊടുത്തത്, അപ്പോൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജ് -13.3 വോൾട്ട് ആണ് നമുക്ക് എന്ത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ ഒന്നുകൂടി റീകാൽക്കുലേഷൻ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നുകൂടി റീകാൽക്കുലേഷൻ ചെയ്യുക. ഇക്വേഷൻസ് ഒക്കെ ഓക്കെയാണ്, ബട്ട് കാൽക്കുലേഷനിൽ എറേഴ്സ് ഉണ്ടായാലും ഒന്ന് എന്ത് ചെയ്യുക, റീകാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, a crystal diode having the internal resistance RF is equal to 20 mega ohm is used for a half wave rectification. If the input voltage V is equal to sin omega t, the load resistance RL is equal to 800. Find the IM, IDC, IRMS, AC power input and DC power output and DC output voltage. ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും നമുക്ക് ഇവിടെ എന്തെങ്കിലും നമ്പർ കൂടി സാധാരണ വരുവാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആ നമ്പർ അവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, സാധാരണ 15 സൈൻ ഒമേഗ ടി എന്നോ അങ്ങനെ ഒരു വാല്യൂ ഇവിടെ വരും. ബട്ട് ഇവിടെ നമുക്കിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 ഓൾറെഡി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ വി എമ്മിന്റെ വാല്യൂ 1 ഇട്ടാണ് ബാക്കി കാൽക്കുലേഷൻസ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇക്വേഷനിൽ നമുക്കിവിടെ VM/RF/R ഉണ്ട്. സോ ഐ എമ്മിന്റെ വാല്യൂ കിട്ടും 1.2 മില്ലി ആംപിയർ. IDC IM/π ആണ് 0.3 മില്ലി ആംപിയർ. IRMS ഈക്വൽ ടു IM/2 0.6 മില്ലി ആംപിയർ വരുന്നു. AC പവർ ഇൻപുട്ട് ദാറ്റ് ഇസ് IRMS സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, I ഇൻറ്റു R, I സ്ക്വയർ R പവറിന്റെ ഇക്വേഷൻ. സോ അവിടെ 0.29 മില്ലി വാട്ട്സ്. DC പവർ ഔട്ട്പുട്ട് PDC ഈക്വൽ ടു 0.3 മില്ലി ആംപിയർ ഇൻറ്റു RL ആണ് 0.12 ഇൻറ്റു 10⁻³ വോൾട്ട്. ദെൻ VDC is equal to IDC into RL ആണ്, that is 0.38 മില്ലി ആംപിയർ ഇൻറ്റു 800 0.3104 വോൾട്ട് ആണ് നമുക്ക് ഇതിനവിടെ കിട്ടുന്നത്. Then next question, a germanium transistor is to be operated at a zero signal IC which is equal to 1 milliampere. The collector supply VCC equal to 12. The collector supply VCC equal to 12. And what is the value of RB in the base resistor method given beta is equal to 100. Okay. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമുക്കൊരു ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ICയുടെ വാല്യൂ ഒരു 1 മില്ലി ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം, അവിടെ കളക്ടർ സപ്ലൈ, അതായത് ഇതിന്റെ സപ്ലൈ വന്നിട്ട് VCC വാല്യൂ 12 വോൾട്ട് ആണ്. അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ നമുക്ക് RB വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ബേസ് റെസിസ്റ്റർ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ബേസ് റെസിസ്റ്റർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, RB വാല്യൂ വേണ്ടത്. സോ RB is equal to VCC minus VB/IB ചെയ്താൽ മതി. VB ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. അപ്പോൾ ജെർമേനിയം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് തന്നെ 0.3 ആയിരിക്കും ജെർമേനിയത്തിന് എന്ന് പറയുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, VCC എന്നിട്ടുണ്ട്, VB നമ്മൾ എടുത്തു, IB വാല്യൂ നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ RB വാല്യൂ എത്ര കിട്ടും, ദാറ്റ് ഇസ് RB is equal to 1170 ohms നമ്മൾ എന്ത് ചെയ്യുന്ന ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ബേസ് റെസിസ്റ്റർ എത്രയാണ്, ബേസ് റെസിസ്റ്റർ മെത്തേഡ് യൂസ് ചെയ്ത് RB വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്, 1270 ohms ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that is the overall gain of a multi-stage amplifier is 140. When negative voltage feedback is applied, the gain is reduced to 17.5. Find the fraction of the output that is feedback to the input. Okay, അതായത് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, അതിന്റെ ഗെയിൻ അവിടെ 17.5 എന്ന രീതിയിൽ കുറഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആ ഒരു എത്ര ഫ്രാക്ഷൻ ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുന്നത്,
ഇൻപുട്ടിലോട്ട് നമ്മൾ വീണ്ടും ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ എ വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതായത് നോർമൽ ഗെയിൻ. ഓക്കെ, നോർമൽ ഗെയിൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഗെയിൻ തന്നിട്ടുണ്ട് എ വി ഇസ് ഈക്വൽ ടു 140 ആണ്. അതായത് അടുത്ത് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, അതാണ് എ വി എഫ് എന്ന് പറയുന്നത്. എത്ര ഇടുന്നുണ്ട്? 17.5 കിട്ടുന്നുണ്ട്. അവിടെ എം വി എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഞാൻ എടുക്കുവാണെങ്കിൽ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, എ വി എഫ് ഈസ് ഈക്വൽ ടു എ വി ബൈ 1 പ്ലസ് എ വി ഇൻറ്റു എം ഇ എടുക്കാം. അതായത് 17 വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 17.5 ഈസ് ഈക്വൽ ടു 140 ഡിവൈഡ് ബൈ 1 പ്ലസ് 140 ഇൻറ്റു എം വി എന്ന് കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എം വിയുടെ വാല്യൂ കിട്ടും. അതെന്താണ്? അവിടുത്തെ ഇറ്റ് ഈസ് ദ ഫീഡ്ബാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എം ബി എന്ന് പറയുന്നത് എത്ര ഇടുന്നുണ്ട്? 1/20 എന്ന് ഇടുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a phase shift oscillator, R1 is equal to R2 is equal to R3 is equal to 1 mega ohm and C1 is equal to C2 is equal to C3 is equal to 60 picofarad. At what frequency does the circuit oscillate? Okay, അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ തന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഒരു സർക്യൂട്ട് ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക, വരച്ചിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അത് നമുക്കിപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. അതുകൊണ്ട് മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് പറഞ്ഞു. ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി ആ സർക്യൂട്ട്സിൽ R1, R2, R3, C1, C2, C3 ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്കവിടെ ഞാൻ ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ കാണിക്കുന്നത് R1, R2 എല്ലാം സെയിം തന്നെയാണ്. എത്രയാണ്? 1 മെഗാ ഓം ആണ്. സിയുടെ വാല്യൂ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കുമല്ലോ. എത്രയായിരിക്കും? 68 പൈക്കോഫാരഡ് തന്നിരിക്കുന്നത്. സോ ഫ്രീക്വൻസി ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2 പൈ RC ഇൻറ്റു √6 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9055.5 ഹെഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി. ഓക്കെ, ആ ഒരു സർക്യൂട്ടിന്റെ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. Next question, the maximum peak to peak voltage of an AM wave is equal to 16 millivolt and the minimum peak to peak voltage is 4 millivolt. Calculate the modulation factor. Okay, maximum voltage minimum voltage തന്നിട്ടുണ്ട്. maximum voltage 8 millivolt ആണ്. minimum voltage എത്രയാണ് വരുന്നത്? 2 millivolt ആണ് കിട്ടുന്നത്. So modulation factor Vmax minus V minimum divided by Vmax plus V minimum. Okay, എത്ര കിട്ടും? 0.6 ആണ് വരുന്നത്. Okay, next question നോക്കാം. A carrier wave of 500 watts is subject to 100% amplitude modulation. Determine the power in the sideband and the power of the modulated wave. Okay, അപ്പോൾ പി ടിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? പി ടി is equal to പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2 ആണ്. സോ 750 വാട്ട്സ് ആണ് വരുന്നത്. പി എസ് ഇസ് ഈക്വൽ ടു പി ടി മൈനസ് പി സി. ഓക്കെ, എത്ര കിട്ടും? 250 വോൾട്ട് വരും. അപ്പോൾ 1 സൈഡ് ബാൻഡ് എത്ര വരും? അതിൻ്റെ ഹാഫ് വരും. എത്രയായിരിക്കും? ദാറ്റ് ഈസ് 125 വാട്ട്സ്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ പി എസിന്റെ വാല്യൂ പി എസ് ഈക്വൽ ടു എം സ്ക്വയർ ബൈ 2 ഇൻറ്റു ടി സി കിട്ടും. 250 വാട്ട്സ് വരും. അപ്പോൾ ഫ്രാക്ഷൻ ഓക്കെ നമുക്ക് കണ്ടുപിടിക്കുക എന്താണ്? ഡിറ്റർമിൻ ദ പവർ ആണ്. ഓക്കെ, പവർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് പവർ എത്ര കിട്ടും? പവർ ക്യാരിഡ് ബൈ ദ സൈഡ് ബാൻഡ്. ഓക്കെ, അതല്ലേ ക്വസ്റ്റൻ ആയിരുന്നത്. ഡിറ്റർമിൻ ദ പവർ ഇൻ ദ സൈഡ് ബാൻഡ് ആൻഡ് ദ പവർ ഓഫ് ദ മോളിറ്റിഫൈ. ഓക്കെ, എത്രയുണ്ട്? ദാറ്റ് ഈസ് 33.33% ആണ് അവിടുത്തെ പവർ എന്ന് പറയുന്നത്. 3% പവർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, ഇതിൽ ക്യാരി വേവിന്റെ പി സി വാല്യൂ തന്നിട്ടുണ്ട്. 100% മോഡുലേഷൻ. ഓക്കെ ആണല്ലോ. ഇത്രയും നമുക്ക് വരുന്ന ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 33% ആണ് ഇവിടെ പവർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ JFET ഹാസ് എ ഡ്രെയിൻ കറന്റ് ഓഫ് 5 മില്ലി ആംപിയർ ഇഫ് IDS is equal to 10 മില്ലി ആംപിയർ and VGS of is equal to -6 volt. Find the value of VGS and VP. ഓക്കെ, അതിൽ നമുക്കപ്പോൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യേണ്ടത് we have to calculate the VGS value. ഓക്കെ, അപ്പോൾ VGS വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ID is equal to IDSS into 1 minus VGS by VGS of the whole square എന്ന് കിട്ടും. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് VGS നമുക്ക് ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, VGS ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വരുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ VGSന്റെ വാല്യൂ നമുക്ക് അവിടെ എത്ര കിട്ടും? -6 ഇൻറ്റു 1 മൈനസ് റൂട്ട് ഓഫ് 0.5 വരും. ഓക്കെ, VGSന്റെ വാല്യൂ നമുക്ക് അവിടെ ഒരു ഏകദേശം നിയർലി ഈക്വൽ ടു -1.76 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇനി വി പി എന്ത് ചെയ്യണം? പിഞ്ച് ഓഫ് വോൾട്ടേജ് വരുന്ന സമയത്ത് VGSഉം VP നമുക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ -6 നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒബ്റ്റെയിൻ ചെയ്യണം. നമുക്ക് എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് VGS ആൻഡ് VP നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്തു? നമുക്ക് തന്നിട്ടുള്ളത് 5 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IDSS 10 മില്ലി ആംപിയർ ആണ്. VGS ഓഫ് സ്റ്റേറ്റ് -6 ആണ്. നമ്മൾ ലാസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചു. എത്രയാണ്? VP is equal to VGS ഓഫ് is equal to -6 വോൾട്ട് ആണ് അവിടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, next question. Calculate the output voltage from the non-inverting amplifier circuit shown in the following figure. Okay, അപ്പോൾ അവിടുത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഡിറ്റർമിൻ ചെയ്യണം.
അപ്പോൾ നമുക്കിവിടെ വി ഐയുടെ വാല്യൂ വന്നിട്ട് 120 മൈക്രോ വോൾട്ട് ആണ്. അതുപോലെ തന്നെ R1 2.4 കിലോ ഓം ആണ്. R2 240 കിലോ ഓം ആണ്. നമുക്ക് എന്ത് ചെയ്യണം? V0 is equal to V1 into 1 plus R2 by R1. ഓക്കെ, എന്ത് ചെയ്യും? 12.12 മില്ലി വോൾട്ട് ആണ് കിട്ടുന്ന ആൻസർ. അതുപോലെ തന്നെ if the beta of the transistor circuit is 50, find the value of IC using both alpha and beta. ആൽഫയും ബീറ്റയും യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ ഒരു IBയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ICയുടെ വാല്യൂ, IB അല്ല, ICയുടെ വാല്യൂ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യണം. സോ ബീറ്റ ഈസ് ഈക്വൽ ടു IC ബൈ IB എന്ന ഇക്വേഷൻ ഉണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്ന ഇക്വേഷൻ നമുക്ക് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ആൽഫയുടെ വാല്യൂ എടുക്കുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു 50 ബൈ 50 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.98 ആണ്. ഗിവൺ IB ഈസ് ഈക്വൽ ടു 240 മൈക്രോ ആംപിയർ ആൻഡ് I ഈസ് ഈക്വൽ ടു 12 മൈക്രോ ആംപിയർ. അത് നമുക്ക് IC വാല്യൂ എടുക്കാം. IC ഈസ് ഈക്വൽ ടു എന്താ കിട്ടും? IC is equal to 0.92 IB ആണ് വരുന്നത്. 11.76 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഇനി ബീറ്റ യൂസ് ഡിറ്റർമിൻ ചെയ്യുവാണെങ്കിൽ IC is equal to ബീറ്റ ഇൻറ്റു IB ആണ്. എത്ര കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത്. അതായത് നമുക്ക് നിയർലി ഈക്വൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിയർലി ഈക്വൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് അതായത് വി ആർ ഗെറ്റിംഗ് 12 മില്ലി ആംപിയർ കൊടുത്ത് കറക്റ്റ് കിട്ടുന്നുണ്ട്. മറ്റടുത്ത് 11.76 എന്ന് വരുന്നുണ്ട്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 12 ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ അത് വരുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the first stage voltage gain of a two-stage amplifier is 100 and the second voltage gain is 160. Find the total gain in decibel. ഓക്കെ, ഡെസിബിളിലെ ഗെയിൻ എനിക്ക് അറിയാമല്ലോ, 2 ഗെയിൻ ഉണ്ട്. എത്ര ഗെയിൻ വന്നാലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ എന്തിലോട്ട് മാറ്റുക? ഡെസിബലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഡെസിബലിലോട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 37. That is the op amp shown in the figure. That is Vi is equal to 0.5. Calculate the output voltage V0 and the current in the 10 kilo ohm resistor. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യണം? ഈ ഒരു op amp തന്നിട്ടുണ്ട്. അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുവാനാണെങ്കിൽ that is the ideal op amp has a following characteristics. ഓപ്പൺ സൈഡ്, അതായത് കറണ്ട് എന്തായിരിക്കും? ഓപ്പൺ 0 ആയിരിക്കും. സോ ദ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 വേണം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇൻവെർട്ടിംഗ് നോഡാണ്. ഓക്കെ, ഇൻവെർട്ടിംഗ് നോഡാണ്. സോ വി എന്ത് കിട്ടും? നമുക്ക് 0 വോൾട്ട്, അവിടെ ഡിഫറൻസ് അവിടെ 0 വരും. സോ അപ്ലൈ നോൺ അനാലിസിസ് തിയറം. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് V minus V0 by 10 plus V minus V0 by 25 is equal to 0. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? LCM സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 minus 5 VI minus 2 volt is equal to 0 കിട്ടും. ആൻഡ് minus 5 into 0.5 is equal to 2 V0 എന്ന് കിട്ടും. ആൻഡ് VC നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? VC എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ -1.25 വോൾട്ട് കിട്ടും. ഓക്കെ, ഇത് പല മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു മെത്തേഡാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതാണോ അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ആ ഒരു കറണ്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമല്ലോ. ദിസ് കറണ്ട് ഇൻ ദ 10 കിലോ ഓം റെസിസ്റ്റർ. 10 കിലോ ഓം റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു 2 നോൺ സിഗ്നിഫിക്കന്റ് കറണ്ടാണ് അവിടെ 10 കിലോ ഓമിന് ക്രോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടും? ഈക്വൽ ടു VI minus 0 ഡിവൈഡ് ബൈ 10 കിട്ടും. എത്ര കിട്ടും? 0.05 മില്ലി ആംപിയർ ആണ് എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തെവെനിൻസ് തിയറവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തെവെനൈസ് ചെയ്യാനാണ് ആ സർക്യൂട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അവിടെ ആദ്യം അതിന് എന്തിലോട്ട് മാറ്റണം? തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് നമ്മൾ അവിടെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്കിപ്പോൾ ഒരു 5 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. 4 കിലോ ഓമിന്റെ ഒരെണ്ണം, 2 8 കിലോ ഓമിന്റെ 1, 10 കിലോ ഓമിൻ്റെത്, മറ്റൊന്ന് 5 കിലോ ഓമിന്റെ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റർ. ഇത്രയും നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യണം? അതിന്റെ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കുക. തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റൂ? തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിന്റെ ഫൈനൽ റിസൾട്ടോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ VTH കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, VTH കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ VTH കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്യും. RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ലൂപ്പ് അനാലിസിസ് കൊടുക്കുന്ന സമയത്ത് ക്രിച്ച്ഹോഫ് ലോ അനലൈസ് ചെയ്തു. ക്രിച്ച്ഹോഫ് ലോ അപ്ലൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് I2 is equal that is I is equal to -0.5 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു വാല്യൂ നമുക്ക് അവിടെ
0.5 നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു 0.5 നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് ആ ഒരു 0.5 ഇൻറ്റു 0.55 ഈസ് ഈക്വൽ ടു I1 എടുക്കാം. അവിടെ നമുക്ക് VTHന്റെ വാല്യൂ വന്നിട്ട് എത്ര വരുന്നത് VTH അതായത് തെവെനിൻ വോൾട്ടേജ് എത്ര കിട്ടും 5 വോൾട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, തെവെനിൻ വോൾട്ടേജ് നമുക്ക് അവിടെ 5 വോൾട്ടിന് എന്തുണ്ട് നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തെവെനിൻ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം നമുക്കവിടെ RTH വേണം, തെവെനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ തെവെനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര കിട്ടും, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂസ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല, ഞാൻ ഒന്നുകൂടി എഴുതി തരാം. ഇവിടെ തൊട്ട് മുൻപത്തെ ആ ഒരു പേജിൽ ഇവിടെ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ, അതായത് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഓക്കെ തെവെനിന്റെ ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കട്ടെ, സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇത്രയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നോക്കാം. ഓക്കെ, ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യും ലൂപ്പ് അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ആ ഒരു ഇതിന് റിമൂവ് ചെയ്തതിനു ശേഷം ലൂപ്പ് അനലൈസ് ചെയ്യുവാണ്. അനലൈസ് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് നമുക്ക് I2ന്റെ വാല്യൂ I2 ഈസ് ഈക്വൽ ടു എത്ര വരും -12 വരും. therefore I2 ഈസ് ഈക്വൽ ടു 0.5 എന്ന് വരും. ഓക്കെ, 0.5 ആണ് I2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ 0.5 എടുത്തു. 0.5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് അത് രണ്ട് കറണ്ടല്ലേ വരുന്നത്, അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു 5.5 is equal to I1 is equal to 2.75 and VTH is equal to 10 ഇൻറ്റു എത്ര വരും VT is equal to 10 ഇൻറ്റു I2 വരും. ഓക്കെ, 10 ഇൻറ്റു I2 വരുന്ന സമയത്ത് എത്ര കിട്ടും 10 ഇൻറ്റു I2 VTHന്റെ വാല്യൂ നമുക്ക് ഇവിടെ I2 0.5 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ VT is equal to 5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ RTHന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ലോവർ റെസിസ്റ്റർ റിമൂവ് ചെയ്യും. ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും ഷോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അനലൈസ് ചെയ്യുന്ന നമ്മൾ പാരലൽ കോമ്പിനേഷൻസ് സീരീസ് കോമ്പിനേഷൻസ് കമ്പൈൻ ചെയ്ത് അനലൈസ് ചെയ്യുന്നു. സോ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ RTHന്റെ വാല്യൂ കിട്ടുന്ന 5 ഓം എന്നാണ്. ഓക്കെ, 5 ഓം ആണ് RTHന്റെ വാല്യൂ വരുന്നത്. സോ ദാറ്റ് ഈസ് ഇവിടെ RTHന്റെ വാല്യൂ കിട്ടി 5 ഓം എന്നും RLന്റെ വാല്യൂ കിട്ടുന്നത് എത്രയാണ് RL അവിടെ 5 ഓം, രണ്ടും അവിടെ 5 ഓം ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതും 5 ഓം ആണ്, ഇതും 5 ഓം ആണ്. VTH നമുക്ക് ഇവിടെ കിട്ടി 5 വോൾട്ട് എന്ന് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തു VTHന്റെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് IL കണ്ടുപിടിക്കാൻ പറ്റും. IL എത്ര കിട്ടും IL is equal to VTH by RTH plus RL that is equal to 0.5 ആംപിയർ നമ്മുടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എന്ത് ചെയ്യണം തെവെനിൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഇവിടെ കൂടി പോകുന്ന ലോഡ് റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ആദ്യം VTH കണ്ടുപിടിക്കുക, അടുത്ത് RTH കണ്ടുപിടിക്കുക. ഓക്കെ, VTHും RTHും എടുത്തിട്ട് എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അവിടെ IL നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെറണ്ടയോട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് എ 24 volt 600 milliwatts diode is to be used for providing a 24 volt stabilized supply to a variable load. If the input voltage is 32 volt, calculate the series resistance are required. ഓക്കെ, ഇവിടുത്തെ ആറിന്റെ വാല്യൂ നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ IS is equal to എത്ര കിട്ടും IS ഈ കറണ്ട് ദാറ്റ് is equal to 32 minus 24 divided by R കിട്ടും, ദാറ്റ് is 8 by R എന്ന് കിട്ടും. സിൻസ് IL maximum, IL മീൻസ് ഇവിടുത്തെ കറണ്ട് കേട്ടോ, IL maximum IS minus IZ minimum കിട്ടും, ദാറ്റ് is 24 by RL is equal to 8 by R minus 10. ഓക്കെ, that is IL maximum is equal to 8 by R minus 10 വരും. that is RL നമുക്ക് അവിടെ എന്ത് കിട്ടാം അവിടെ നമ്മൾ ഇൻഫിനിറ്റി കണ്ടീഷൻ എടുക്കുക. ഓക്കെ, RL ഇൻഫിനിറ്റി ആണ്, IL is equal to 0 എന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും that is IL minimum is equal to IS minus IZ maximum എന്ന് കിട്ടും. ആൻഡ് IS is equal to IL maximum എടുക്കാം. ഓക്കെ, IL is equal to IL maximum, അതായത് ഇത് നമ്മളിവിടെ 0 ആക്കുന്നു IL minimum. ഓക്കെ, അതായത് ഇതിന്റെ വാല്യൂ IL minimum നമ്മൾ 0 കൺവേർട്ട് ചെയ്യാം. സോ അങ്ങനെ മാറ്റുമ്പോൾ IS is equal to IL maximum എന്ന് കിട്ടും, ദാറ്റ് is 8 by R is equal to 25 into 10 raised to minus 3 and R is equal to 330 ohm എന്ന് കിട്ടും. ഓക്കെ, നമ്മളിതിന്റെ സിംപ്ലിഫിക്കേഷൻ നമ്മുടെ ക്ലാരിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ വാല്യൂസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊന്നുകൂടി എടുത്ത് റിവേഴ്സ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എന്ത് വരുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഒക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ RLന്റെ വാല്യൂ ഇൻഫിനിറ്റി അവിടെ അസ്യൂംസ് എടുക്കുകയാണ്, കാരണം RL നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ലോഡ് റെസിസ്റ്റർ പറയുന്നില്ല. സോ അതുകൊണ്ട് ഒരു ഇൻഫിനിറ്റി ആണെന്നൊരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കുന്നതാണ്. നമുക്ക് അസ്യൂം ചെയ്ത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നത്. RL ഇൻഫിനിറ്റി ആണെന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് എന്തുണ്ട് അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ ഫിഗറിൽ നമുക്ക് RLന്റെ വാല്യൂ പറയുന്നില്ല പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എസ് ഐ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എസ് ഐ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മുടെ നോട്ട് സെക്ഷനിൽ പോയി കിട്ടും കേട്ടോ. അതിനകത്ത് എല്ലാം നമ്മൾ നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഏതൊക്കെ നോക്കണം എന്ന കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ റെക്ടിഫയേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്, സെനർ ടൈപ്പ് ബ്രിഡ്ജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൂന്നും വരയ്ക്കാം. ഓക്കെ, മൂന്നും വരച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ആ ഡയഗ്രാംസ് വെച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ആ കാര്യങ്ങൾ മൂന്നെണ്ണം എടുത്താൽ മതി. അപ്പോൾ 3, 5, 15 വെച്ചിട്ട് 15, 15 മാർക്കിന് അവിടെ ആവും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കറന്റ് ട്രാൻസ്ഫർ കാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സി ബി സി ആൻഡ് സി സി കോൺഫിഗറേഷൻ. അപ്പോൾ 3 കോൺഫിഗറേഷന്റെയും ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് ട്രാൻസ്ഫർ കറന്റ് കാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്ലോട്ട് ചെയ്യണം. അതിനെക്കുറിച്ച് ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ, അതും അവിടെ 3x5. ഓക്കെ, അതായത് 5x3 എന്ന രീതിയിലാണ് മാർക്കിംഗ് സ്കീം വരുന്നത്. ഒരു എണ്ണം എഴുതുന്നതിന് 5 മാർക്ക്, അങ്ങനെ 3 എണ്ണം. ഓക്കെ, ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2023-ലും 2022-ലും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ഓസിലേറ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഓസിലേറ്റർ സർക്യൂട്ട്സ് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. വാട്ട് യു മീൻ ബൈ ഓസിലേറ്റർ സർക്യൂട്ട്? അപ്പോൾ അതിനകത്ത് നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ പഠിക്കുന്നു, കോർപ്പിറ്റ് ഓസിലേറ്റർ പഠിക്കുന്നുണ്ട്, ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പഠിക്കുന്നുണ്ട്. അതും 3 വരയ്ക്കുക, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ബ്രീഫ്ലി കൊടുക്കുക 3. ഓക്കെ, അതും അങ്ങനത്തെ സ്കീമ, അതായത് ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ച്, അങ്ങനെ 3. ഒരു സർക്യൂട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, അത്രയും മതി, ഒരുപാട് വേണ്ട, ഡെറിവേഷൻ കാണിക്കണ്ട, ജസ്റ്റ് സർക്യൂട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, then explain the circuit and operation of a differential amplifier. നമ്മൾ ഓപ്പ് ആംപ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ശരിക്കും നമ്മളൊരു 15 മാർക്കിനായിട്ട് അങ്ങനെ പഠിക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഓപ്പ് ആമ്പിന്റെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് വരയ്ക്കാം. ഓപ്പ് ആമ്പിനെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ പവർ സപ്ലൈയുടെ ആവശ്യകത എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ എന്നൊക്കെ എന്ത് ചെയ്യാം, അവിടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, explain the circuit diagram, the action of full wave rectifier using Zener-Taper transformer, drive the expression for rectification, efficiency and ripple factor. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ ഡെറിവേഷൻസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഒരെണ്ണം മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ, റെക്ടിഫയർ ആയിട്ട് എന്താ ഫുൾ വേവ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ഓർക്കുക. ഓക്കെ, next question, with the necessary diagram, explain how op-amp amplifier works as an inverting and a non-inverting amplifier. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് എന്ത് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഡയഗ്രാം വരയ്ക്കുന്നതിന് ഒരു 5 മാർക്ക് കിട്ടും, 2 ഡയഗ്രാം കൂടി 5 മാർക്ക് കിട്ടും. പിന്നെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ എക്സ്പ്ലനേഷൻ 5 മാർക്ക്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ എക്സ്പ്ലനേഷൻ 5 മാർക്ക്. അങ്ങനെയാണ് അവിടെ മാർക്കിംഗ് സ്കീംസ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഏതാണ്ട് അറിഞ്ഞിരിക്കാം. ഇല്ലെങ്കിൽ ഹാഫ് ഇതും വരാം. ഓക്കെ, 15-ന്റെ ഹാഫ് വെച്ചിട്ട് 7.7 മാർക്ക് വെച്ചിട്ട് 2 കിട്ടും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ മാർക്കിംഗ് സ്കീം വരാൻ ചാൻസ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇവിടെ വർക്കിംഗ് ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർക്കിംഗ് ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പോൾ ഹാഫ് വേവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ അതിന്റെ എക്സ്പ്ലനേഷന്റെ കൂടെ റിപ്പിൾ ഫാക്ടേഴ്സിന്റെ കാര്യവും എഫിഷ്യൻസിയുടെ കാര്യം കൂടി നിങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എക്സാമിനേഷൻ പ്രത്യേകിച്ച് അതിനെ എടുത്ത് ചോദിക്കില്ല ചില സമയങ്ങളിൽ, ക്വസ്റ്റ്യൻ ഇടുന്നത് പോലെ ഇരിക്കും. സോ നിങ്ങൾ അവിടെ എന്ത് ചെയ്തേ പറ്റൂ, അവിടെ റിപ്പിൾ ഫാക്ടറും എഫിഷ്യൻസിയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ ക്ലാസ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് പുഷ് പുൾ ആംപ്ലിഫയർ 2021 ചോദിച്ച ക്വസ്റ്റിന് പുഷ് പുൾ ആംപ്ലിഫയർ ചോദിക്കുമ്പോൾ ക്ലാസ് ബി ആംപ്ലിഫിക്കേഷനെ കുറിച്ച് എഴുതുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പിന്നീട് പുഷ് പുൾ ആംപ്ലിഫയറിനെ കുറിച്ചും എഴുതുക. ദെൻ empirically shows that amplitude modulation will consist of upper and lower sideband. അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷനും അത് തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡെറിവേഷൻ. ഓക്കെ, അതൊക്കെ വരയ്ക്കാൻ കറക്റ്റ് ആയിട്ട് വരച്ചൊക്കെ എഴുതുക. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ജെയ്ഫെറ്റ്. ജെയ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ഓപ്പറേഷനും. ജെയ്ഫെറ്റ് ഒക്കെ അറിയാമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ റെക്ടിഫയറിന്റെ ഇതോ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലത്. കാരണം ജെയ്ഫെറ്റ് ഒന്നും നിങ്ങൾ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല, ലാസ്റ്റ് വരുന്ന സെക്ഷൻസ്. സോ അത് അറിയാമെങ്കിൽ മാത്രം ജെയ്ഫെറ്റ് എഴുതുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫുൾ വേവ് സെനർ അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് തെവെനിൻസ് ആൻഡ് നോർട്ടൺസ് തിയറം വിത്ത് ഡയഗ്രാം. ഓക്കെ, തെവെനിൻസ് തിയറത്തിന്റെ നോർട്ടൺ തിയറത്തിന്റെ പ്രൂഫ് ആണ്. പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ലോണം എഴുതാൻ പറ്റും. ബട്ട് ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ പ്രൂഫ് അവിടെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. സോ അത് എഴുതുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തെവെനിൻസ് തിയറം നോർട്ടൺസ് തിയറം പഠിച്ചിട്ട് പോവുക. ഓക്കെ, 21-ലാണ് ചോദിച്ചത്, പിന്നീട് ചോദിച്ചിട്ടില്ല അത്. ഓക്കെ, ഇവിടെ ഉണ്ടോ വർക്കിംഗ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അതല്ല കോമ്പിനേഷൻ ചെയ്ത് ചോദിക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കൂടെ തന്നെ സെനർ ഡയോഡും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ചോദിക്കും. ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ്, സെനർ ടാപ്പ്, സെനർ, ഇതെല്ലാം കറക്റ്റായിട്ട് കമ്പൽസറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അതൊക്കെ ചോദിക്കും പി എൻ ജംഗ്ഷനിൽ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ബട്ട് അത് മാത്രം നോക്കില്ല, ഇങ്ങോട്ടുള്ള ഓസിലേറ്റർ സർക്യൂട്ട്സ് നോക്കുക, ഓപ്പ് ആമ്പ് ഒക്കെ നോക്കുക. ഓക്കെ, ജെയ്ഫെറ്റും യു ജെ ടി ഒക്കെ അത്യാവശ്യം നല്ല നോക്കി വെച്ചേക്കാം. എസ് ഐ ക്വസ്റ്റ്യൻ കൂടുതൽ പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ പ്രിഫർ ചെയ്യുക. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the characteristics of an ideal op amp, and with the help of a neat diagram explain working of an non-inverting amplifier. ഓക്കെ, 2020 ചോദിച്ചതാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ വർക്കിംഗും ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കണ്ടീഷനും. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ വർഷം അത് ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കണ്ടീഷനും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കാം. Then explain the working of a C amplifier. ഓക്കെ, സിംഗിൾ സ്റ്റേജ് C amplifier വർക്ക് അതിന്റെ പാരാമീറ്റേഴ്സും ഡെറിവേഷൻ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. Then, with the help of a neat diagram, explain different types of modulation and compare its merit and demerit. Okay, അപ്പോൾ മോഡുലേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻസ് വരയ്ക്കുക, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് 20 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോഡുലേഷൻ കറക്റ്റായിട്ട് ആ ഫിഗർ ഒക്കെ വരയ്ക്കണം. എന്തൊക്കെയാണ് കാര്യം കറക്റ്റായിട്ട് വേണം. ഓക്കെ, വെറുതെ എഴുതി വെച്ച മാർക്ക് കിട്ടില്ല. അതിന്റെ എല്ലാ കീ പോയിന്റ്സും അവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം. ഇവർ കാര്യം ശ്രദ്ധിച്ചാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ് ഇലക്ട്രോണിക്സിൽ. നമ്മൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എഴുതി പോകാറുണ്ട്. 2023, 24, 2020, 19 ഇങ്ങനെ എഴുതി പോകും. കാരണം എന്തുകൊണ്ടാ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സിൽ ആ കോമ്പിനേഷൻ വൈസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ടോപ്പിക്സുകൾ കവർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാൻസിസ്റ്റർ, നമ്മുടെ സെമി കണ്ടക്ടർ ആ ഒരു ചാപ്റ്റർ, ഓസിലേറ്റേഴ്സ്, ഓപ്പ് ആമ്പ്, ഇതെല്ലാം കറക്റ്റ് നോക്കുക. സ്പെഷ്യൽ ഡിവൈസസ് നോക്കിയിട്ടെന്നല്ല, സ്പെഷ്യൽ ഡിവൈസസ് നോക്കണം. ബട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ എസ് ഐ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ല ജെഫെറ്റും യുജെറ്റിക്ക് നോക്കി വെച്ചാൽ അത്രയും എളുപ്പമായിരിക്കും. ഓക്കെ, പവർ ആംപ്ലിഫയർ നോക്കണം. എല്ലാ ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്സ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് 6th സെമ്മിൽ കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.